ഭാഷയിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇന്ന് ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു മുദ്രാവാക്യമായി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ അധികാരം നിലനിർത്തുന്നതിന് മാത്രമാണ് പല ജാഥകൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. காங்கிரஸை பார்த்து பாரதிய ஜனதா பயப்படவில்லை, கம்யூனிஸ்டுகளை பார்த்து பாரதிய ஜனதா பயப்படவில்லை, எஸ்டிபியை பார்த்து தான் பயந்து கொண்டிருக்கிறார்கள். அந்த பயத்தை மேலும் கூர்மையாக்க வேண்டும் என்றால் பாராளுமன்றத்தில் எஸ்டிபிஐ கட்சியுடைய மெம்பர் செல்ல வேண்டும். നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലും യോഗിയുടെ യുപിയിലും നിർഭയത്വത്തോടെ ഈ വെള്ള നക്ഷത്രാങ്കിത ദ്വിവർണ്ണ പതാക പാറിപ്പറക്കുന്നുവെങ്കിൽ ആ സാമൂഹ്യ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഒരു ഘട്ടത്തിലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും വിഭവങ്ങളും അധികാരവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് വിദേശ ചൂഷകരിൽ നിന്നുള്ള സാമ്രാജ്യത്വ ശക്തികളായിരുന്നു. അവരിൽ നിന്ന് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ധീരോദാത്തമായ വിയർപ്പും അധ്വാനവും ജീവനും നൽകിക്കൊണ്ട് നമ്മുടെ പൂർവികർ നേടിയെടുത്തതായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. വീണ്ടും ഇത് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നതാണ്. സജ്ജമായി സർവസജ്ജമായി ഇവിടെ പങ്കെടുത്തതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അണിനിരത്തിക്കൊണ്ടൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ അണിനിരന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഈ നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കാരെയും പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതില്ല. നമുക്ക് സ്വയം സംഘടിച്ച് ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി രാജ്യത്തിന്റെ തെരുവുകൾ സജീവമായെങ്കിൽ മാത്രമേ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വരുന്ന കാലങ്ങളിൽ രക്ഷയുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.